ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈവനിങ് ടൈമിൽ നമ്മൾ ഖത്തറിൽ കറങ്ങാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവുമല്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം പതുപോലെ ഇന്നും ഇക്കാടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും മക്കളും ഒരുങ്ങി ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇന്ന് രാവിലെ അടിപൊളി പൊടിക്കാറ്റായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പൊടിക്കാറ്റ് കാണുന്നത് കേട്ടോ. രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ ജസ്റ്റ് വെളിയിൽ ഇറങ്ങിയ സമയത്ത് നല്ല പൊടിക്കാറ്റ്, ശരിക്കും നിൽക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഞാൻ വേഗം ഓടി റൂമിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈവനിങ് ടൈം ആയപ്പോൾ കുറച്ച് പൊടിക്കാറ്റിനൊന്ന് കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പോകുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ശ്രദ്ധിച്ചോ, 2022 അത് വേൾഡ് കപ്പ് നടക്കുന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം ഇന്ന് പോണ സ്ഥലമാണ് കേട്ടോ അതാ കാണുന്നത്. പിന്നെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഖത്തറിലെ ടോർച്ച് ടവർ കേട്ടോ. ഇത് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു ടവർ കൂടിയാണ്. 360 ഡിഗ്രിയിൽ അതിൻ്റെ സ്ക്രീന് റൊട്ടേറ്റ് ആവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ട് എന്നാണ്, അതും കൂടി എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് കാണാൻ വന്നിട്ടുള്ളത്, ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവും, വില്ലാജിയോ മാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാള് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയതും ഇത് കണ്ടോ, എൻ്റെ മോളൊക്കെ അന്തം വിട്ട് നോക്കണം. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഒരു യൂറോപ്യൻ നഗരം അങ്ങനെ പണിതെടുത്ത് കൊണ്ടുവന്ന പോലൊരു എന്താ പറയുക ഫീലായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ യൂറോപ്യൻ നഗരത്തിലൂടെ നടക്കുന്ന ഒരു ഫീലായിരുന്നു. അടിപൊളിയായിരുന്നു, മാസ്സായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഇത് കണ്ടതും ആകപ്പാടെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. പിന്നെ ഞാൻ മോളുടെ ഫോണും കൊടുത്ത് ഞാൻ അങ്ങോട്ട് നടന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കാണാനുള്ള ആകാംക്ഷ കൊണ്ട്. അപ്പോഴാണ് ഇക്ക പറഞ്ഞത്, ഞാൻ എൻ്റെ പേഴ്സ് എടുത്തിട്ടില്ല, പേഴ്സ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഇക്ക പോയി. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോ എടുക്കണ തിരക്കിലായിരുന്നു കേട്ടോ. ആ ഒരു എൻട്രൻസ് തന്നെ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ അതൊന്നും ശരിയായില്ല കേട്ടോ, അങ്ങനെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാളിൻ്റെ ഒരു എന്താ പറയുക ഭംഗി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണണം കേട്ടോ. അത്ര സുന്ദരമായിരുന്നു. അതിൻ്റെ ഉള്ളിലെ ലൈറ്റായാലും ആ മേലത്തെ നമ്മുടെ ആകാശമായാലും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കേട്ടുവാണ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇക്ക വന്നതുകൊണ്ട് മുന്നേ നിറയെ പ്രാവശ്യം ടൈം വന്നതുകൊണ്ട് ഇക്കാക്ക് വലിയ ആകാംക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു, ഇക്ക കുറേ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എൻ്റെ മോൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണമെന്ന് അവനിക്ക് തന്നെ അറിയണില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയി വരാൻ സ്ഥലം കൂടിയില്ല, എങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ അവനെ വിട്ടിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. വീഡിയോസ് ഫ്രണ്ടിൽ ഇനിയും നമുക്ക് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ നമ്മളങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളൊക്കെ ഇങ്ങനെ കൈകെട്ടി നടക്കണം എന്താണെന്നല്ലേ, ഇതിൻ്റെ ഉള്ളിലെ തണുപ്പ് സഹിക്കാൻ വയ്യാതെയാണ് കേട്ടോ. അടിപൊളി തണുപ്പായിരുന്നു. പിന്നെ ഇത് കാണാനും അതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഇങ്ങനെ നടക്കണതാണ്. പിന്നെ അവിടെ തോണിയിൽ പുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പോണ സമയത്ത് അതിൻ്റെ മേലെ ബ്രിഡ്ജുകളുണ്ട്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രിഡ്ജുള്ളത്. അതിൻ്റെ മേലെ കയറി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് നടക്കുക കേട്ടോ. ഇനിയാണ് കുട്ടികളുടെ പ്ലേ പാർക്കും അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ളത് ഭാഗമാണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പോയതെന്താ, എൻ്റെ മോനാണ് ഈ കടൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടോ, വിശക്കണോ പറഞ്ഞിട്ട് കയറി നിൽക്കണതാണ് നിങ്ങൾ ഈ കാണുന്നത്. മോളും പതിയെ ബാക്കിൽ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇവരിവിടെയൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ടോയ്സ് ഷോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഈ മെയിനായിട്ട് പറയുന്ന ഐസ് സ്കേറ്റിംഗ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഇതൊക്കെ കണ്ടപ്പോൾ അവനിക്കും ഐസ് സ്കേറ്റിംഗ് ചെയ്യണമെന്നായി. പിന്നെ ഞാൻ ഇവിടെയൊക്കെ എല്ലാവരുടെയും ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കൊണ്ട് അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇപ്പം കാണാം അവൻ്റെ കരച്ചിൽ. ഞാനിവിടെ വന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ചാൽ വേണ്ടിയിട്ട് ഇവൻ വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞു വെളിയിലെ ഹോട്ടലിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനെ എടുത്തിട്ട് മക്ഡൊണാൾഡിന് ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് പോണ പോക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സെൽഫീസൊക്കെ എടുത്തിട്ട് അവളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ പോകുമ്പോഴേക്കും ഇവിടെ ഓൾറെഡി ഇക്കയും അവനും കൂടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോകുമ്പോഴേക്കും അത്യാവശ്യം അത് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കാണാത്തത് കൊണ്ട് അവരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഐസ്ക്രീം മെൽട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മോൻ ഒരു സത്യം പറഞ്ഞത്. അവൻ അതിൽ നക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നെന്നാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ
ജസ്റ്റ് ഒന്ന് ചിറി വന്ന് ചിരിച്ചതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ അവൻ പറഞ്ഞു നുണയാണ്, വെറുതെ പറഞ്ഞതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് മൊത്തം കയ്യിൽ കൂടെ വരുന്നത് കാരണം പിന്നെ ഒക്കെ പോയി ടിഷ്യൂ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ആക്കിയ ശേഷമാണ് പിന്നെ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾ കുറേ മക്ഡൊണാൾഡിൻ്റെ ഒരു ക്യാപ്പ് വെച്ചിട്ട് പോണത് കണ്ടപ്പോൾ പപ്പയും മോനും കൂടിയിട്ട് ആ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് ഇതൊക്കെ അതൊന്നും കൂടി ടൈറ്റാക്കി സെറ്റാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിച്ചപ്പോൾ അവനിക്ക് നല്ല സന്തോഷമായിട്ട് അവിടെ എല്ലാ കുട്ടികളും മിക്ക കുട്ടികളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും വെച്ചപ്പോൾ പിന്നെ ഐസ്ക്രീം അങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മളുടെ നെഹ്ദി മന്തിയിലോട്ടാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ മന്തി അടിപൊളിയാണ് പറഞ്ഞിട്ടാണ് ഇക്ക ഞങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹാൻഡൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ ഇതിന് മുന്നേ നമ്മൾ നാട്ടിൽ നെഹദി മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര വലിയ ടേസ്റ്റും സുഖമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതവിടെ വന്നിട്ട് ഇക്ക പറഞ്ഞു ഇവിടുത്തെ അടിപൊളിയാണ് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അവർക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞത് ഹണി അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് സാധാ നെഹദി മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡൊക്കെ എന്താ പറയുക വിളമ്പി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ മൊത്തം എന്താ പറയുക ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ ഇന്ന് കഴിക്കാനിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഓൾറെഡി തണുത്ത് വിറച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടലിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും കോട്ട് എടുക്കാൻ, അവർ മറന്നിട്ടാണ് വരിക. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.